ഇന്ന് ഞാൻ എൻ്റെ എൻടോർക്കിൻ്റെ 125 XT അല്ലെങ്കിൽ പ്രീമിയം എഡിഷൻ ആണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫ്ലൂറസെന്റ് ഗ്രീൻ വിത്ത് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു നേവി ബ്ലൂ ഷെയ്ഡൊക്കെയാണ് ഈ സ്കൂട്ടറിന് വരുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇവിടെ XT എന്നുള്ളൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ ജസ്റ്റ് സ്മോക്കി ആക്കിയിട്ടുണ്ട്, കുറച്ചുകൂടെ ഒരു ലുക്ക് നമുക്ക് ഇതിന് കിട്ടാനായിട്ട്. ഓക്കെ, സോ ഇതിന്റെ ഫിലിം ജസ്റ്റ് ഒന്ന് ഇളകിപ്പോയി നോർമലി ഒരു ക്ലസ്റ്റർ വരുന്നുണ്ട്. ആൻഡ് അതുപോലെ നമ്മുടെ സ്പീഡ്, നമ്മൾ എത്ര സ്പീഡിൽ കയറുന്നു എന്നുള്ളതും ആൻഡ് എത്ര പെട്രോൾ ഉണ്ടെന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടാണ് കാണിച്ചേക്കുന്നത്. സ്കൂട്ടർ സ്റ്റാർട്ട് ആവുന്നതിനേക്കാളും കുറച്ചുകൂടെ മൈന്യൂട്ട് ആയിട്ട്, കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് സ്റ്റാർട്ട് ആവുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാര്യം ആ ഒരു സ്കൂട്ടർ കുറച്ചുകൂടെ റഫ് ആയിട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. സോ ഈ ഒരു വണ്ടി അത് വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് സ്റ്റാർട്ട് ആവുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ചെങ്ങന്നൂർ കുറ്റിയൂർ ചെങ്ങന്നൂർ ആ റൂട്ടാണ്. സോ ജസ്റ്റ് ഇവിടെ ഞാൻ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം. മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ അത് ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. സോ അങ്ങനെ അത്രയും ഒറ്റ കയ്യിൽ അത്രയും ത്രോട്ട് കൊടുത്ത് അങ്ങനെ ഓടിക്കുന്നില്ല. ജസ്റ്റ് ഇതിന്റെ ഒരു റൈഡിങ് ഒരു കംഫോർട്ട് മാത്രം ജസ്റ്റ് ഇതിനെ കാണിച്ചൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ആവുന്ന ജസ്റ്റ് ഒന്ന് നോക്കാം. സ്റ്റാർട്ടായി, പക്ഷെ അറിയുന്ന പോലും ഇല്ല. കാര്യം ഭയങ്കര എന്താ പറയാ, റോട്ട് കൊടുക്കുമ്പോഴും മറ്റേ നോർമൽ എൻടോർക്കിനുള്ള ആ ഒരു അത്ര ഒരു സൗണ്ട് എനിക്ക് ഒരു വണ്ടിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല ആ ഒരു എൻടോർക്കിൽ നമുക്ക് ഈ ഒരു ബട്ടണിൽ ഇഗ്നിഷൻ ഓഫ് ചെയ്ത് നമുക്ക് എഞ്ചിൻ ഓഫ് ചെയ്യാം. ഇതിനകത്ത് പറ്റത്തില്ല. റോട്ട് അങ്ങനെ നോർമലി കൊടുത്ത് കയറുന്ന ടൈമിലും വണ്ടി ഭയങ്കര എന്താ പറയാ ഒരു സൗണ്ട്. ഇപ്പൊ മറ്റേ എൻടോർക്കിന് നോർമലി ഇതിനെ അപേക്ഷിച്ച് കുറച്ച് സൗണ്ട് ഉണ്ട്. അതിപ്പോ ഇങ്ങനെ ത്രോട്ട് കൊടുക്കുമ്പോഴും ഭയങ്കര ഒരു എന്ന് പറഞ്ഞൊരു റഫ് സൗണ്ടിലാണ് ആ ഒരു വണ്ടി കയറി വരുന്നത്. പക്ഷേ ഈ ഒരു സ്കൂട്ടറിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഓക്കെ, ഡയറാണ് സ്റ്റാർട്ട് ആവുന്നതും ത്രോട്ട് കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു റേസിംഗ് സൗണ്ടും ഒക്കെ. ഇങ്ങനെ ഓടിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഈ ഒരു റോഡിൽ ഇപ്പം ഇങ്ങനെ ഇതിന്റെ ത്രോട്ട് കാണിച്ച് ഓടിക്കേണ്ട ആവശ്യമില്ല. ബസ് റോഡിൽ അത്യാവശ്യം ഒറ്റ കയ്യിൽ 70 മൈൽ സ്പീഡോളം സ്കൂട്ടറിൽ കയറിയിരുന്നു. സോ ഒരിക്കലും ആരും അങ്ങനെ ഓടിക്കാൻ പാടില്ല. കാര്യം ഞാൻ ഒരിക്കലും റിയൽ ലൈഫിൽ ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ട് ഭയങ്കര നോർമലായിട്ട് പതുക്കെ ഓടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ വീഡിയോയുടെ പേർപ്പസിന് വേണ്ടി മാത്രം ആ ഒരു ത്രോട്ട് ആക്സിലറേഷൻ കാണിക്കണം എന്നുള്ളൊരു ഇതിന് വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ ഫുൾ റിസ്കിൽ അത് ചെയ്യുമ്പോഴും എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ബട്ട് ആ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, സോ അല്ലാതൊരിക്കലും ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്തതോ പ്രോത്സാഹിപ്പിക്കുന്നതോ ഒന്നുമല്ല. ഞാൻ അങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് കോൺസെപ്റ്റിൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളുമല്ല. ഓക്കെ, ഈ ചേട്ടൻ എന്താ കാണിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ വണ്ടിക്ക് അറൌണ്ട് 50 മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അവിടെ നിങ്ങളുടെ അറൌണ്ട് 5 കിലോമീറ്റേഴ്സ്, തിരിച്ചും 5 കിലോമീറ്റേഴ്സ്, 10 കിലോമീറ്റേഴ്സോളം ഞാൻ ഈ സ്കൂട്ടർ ഓടിച്ചു എന്ന് പറയാം. സോ എനിക്ക് അതിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, റോ ആയിട്ട് പറയാനാണെങ്കിൽ ഈ സ്കൂട്ടർ അതുപോലെ ഇതിന്റെ എയറോക്സ് സൂം ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കുറച്ചൊക്കെ നമ്മുടെ എന്താ പറയാ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കൂട്ടേഴ്സ് ആണ്. അത്യാവശ്യം വീൽ ബേസും ടയറൊക്കെ മാറ്റി നമുക്ക് ഓഫ് റോഡിന് കൊണ്ടുപോകാം. നോർമൽ റോഡുകളാണെങ്കിൽ പോലും അത്യാവശ്യം ഹൈവേയിലൊക്കെ നോർമൽ സ്കൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ പെർഫോമൻസ് കാണിച്ച് ഓടിക്കാൻ പറ്റുന്ന സ്കൂട്ടേഴ്സും ആണ്. ബട്ട് ഇവിടുത്തെ റോഡുകളിലും റോഡിലെ സിറ്റുവേഷൻസും ഒക്കെ മനസ്സിലാക്കി ഓടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് മാത്രമല്ല, മറ്റേ എൻടോർക്കിന് അറൌണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ പറഞ്ഞേക്കുന്നത് 45 ആണ്. ഞാൻ അങ്ങനെ അതിന്റെ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. സോ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഉള്ളൂ. സോ 45 അങ്ങനെ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. ഏതൊക്കെ ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം മൈലേജ് കുറഞ്ഞ സ്കൂട്ടേഴ്സ് ആണെങ്കിലും കുറച്ച് ഫ്യൂൽ എക്കണോമിക് ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ. ഇതിലോട്ടൊക്കെ ഇറങ്ങിയാണ് ഇനി വീഡിയോ എടുക്കുന്നത്. സോ ഗുഡ് ബൈ.